നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 19-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 7-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഇപ്പോൾ ചോതി നക്ഷത്രം ബുധനാഴ്ച. ശരിക്കു പറഞ്ഞാൽ എല്ലാം കൊണ്ടും അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. ശുഭനക്ഷത്രം, ശുഭവാരം. അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഓരോ ഗ്രഹങ്ങൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. 7 ദിവസമുണ്ട്. ആഴ്ചയിൽ 7 ദിവസവും 7 ഗ്രഹങ്ങൾക്കായി വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രഹങ്ങളുടെ സ്വാധീന വലയത്തിലാണ് ആ ദിവസം. ഇന്ന് ബുധൻ്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ ബുധൻ പ്രവൃത്തികാരകനാണ്. നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിച്ച് തരുന്നവനാണ് ബുധൻ. പ്രവൃത്തിയെ പുഷ്ടിപ്പെടുത്തുന്നവനാണ് ബുധൻ. ആ ബുധൻ്റെ ദിവസത്തിൽ നക്ഷത്രദേവനും ശരിക്ക് ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ചോതിയാണ്. ഇപ്പോൾ ചോതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ നക്ഷത്രം കൊള്ളാം, ദിവസം കൊള്ളാം. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിനും നമുക്കിറങ്ങാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസം നമ്മൾ ഒരു കാര്യങ്ങളും മാറ്റി വയ്ക്കരുത്. ചിലപ്പോൾ ഒരാഴ്ചയിൽ നമുക്ക് 1-2 ദിവസം മാത്രമേ ഇത്ര ശുഭമായിട്ട് കിട്ടത്തുള്ളൂ. ആ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം, അതെല്ലാം പൂർത്തീകരിക്കണം. കൊള്ളാത്ത ദിവസങ്ങളിൽ അല്പം ചവിട്ടി പോയാലും കുഴപ്പമില്ല. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കുംഭമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണെന്നറിയുക. നിങ്ങൾക്കിതാ എന്തായാലും നിങ്ങൾക്ക് നേട്ടഫലങ്ങളുണ്ട്. എത്ര സമയം മോശമായി നിന്നാലും നിങ്ങൾക്ക് ഗുണഫലങ്ങൾ വരും. ശരിക്ക് ചെയ്യുന്ന പ്രവൃത്തിയെ വിജയിപ്പിച്ച് തരും. അത് ജോലിയാണെങ്കിൽ ജോലിയിൽ കയറ്റം ഉണ്ടാവും. ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൽ വിജയം ഉണ്ടാവും. മറ്റെന്തെങ്കിലും സംരംഭം തുടങ്ങാനായിട്ടാണെങ്കിൽ അതിനെ വിജയിപ്പിച്ച് തരും. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സഫലീകൃതമാവും. ഇങ്ങനെ നമ്മൾ എന്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ അതിനെ സക്സസ് ആക്കി തരും. അപ്പോൾ നല്ലൊരു വർഷമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നറിയുക. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസമാണ്, ഉഴപ്പിയിരിക്കരുത്. ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാഹുകാലത്തിന് യാത്ര തുടങ്ങരുത്. രാഹുകാല സമയം ശരിക്ക് ബുധനാഴ്ച 12 തൊട്ട് 1:30 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിക്ക് രാഹുകാലം തുടങ്ങത്തില്ല. രാഹുകാലം 12:38 തുടങ്ങുകയുള്ളൂ. ശരിക്ക് 2 മണി 6 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഇപ്പോൾ കലണ്ടറിൽ ഇട്ടിരിക്കുന്നതായിട്ട് അരമണിക്കൂറിൻ്റെ വ്യത്യാസം വരെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നോക്കി ചെയ്യണം രാഹുകാലം. ശുഭയാത്രയ്ക്ക്, ശുഭമായിട്ട് യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. മറ്റ് 2 സമയങ്ങളുണ്ട്, യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും കൊള്ളത്തില്ല. അതിൽ ഗുളികൻ്റെ സമയം നിൽക്കുന്ന സമയമാണ് 11:10 തൊട്ട് 12:38 വരെയും. യമകണ്ഠകാല സമയം 8:14 തൊട്ട് 9:42 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്, ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. വളരെ നോക്കി, വളരെ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ സമയം വളരെ ശ്രദ്ധിച്ച്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഉച്ച സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത്. 12 മണി 14 മിനിറ്റ് തൊട്ട് 1 മണി 2 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ രാഹുവും മറ്റ് പാവഗ്രഹങ്ങളും ഒക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയം ഒഴിവാക്കി, ബാക്കി മുഹൂർത്തം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഈ സമയത്തിന് തന്നെ പിടിക്കണമെന്നില്ല, ഒഴിവാക്കുന്നത് നല്ലത്. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും ബുധൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ പച്ച കളറ് വസ്ത്രം. കാരണം ബുധൻ്റെ പോസിറ്റീവ് എനർജി, അപ്പോൾ അന്തരീക്ഷത്തിൽ ബുധൻ്റെ എനർജിയാണ് ഇന്ന് നിൽക്കുന്നത്. ആ എനർജി നമ്മളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ബുധൻ്റെ കളറായ പച്ച കളറ് വസ്ത്രത്തിൻ്റെ ഉൾപ്പെടുത്തുക. മൊത്തം പച്ചയായിട്ട് നടക്കണമെന്നല്ല, വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു കർച്ചീപ്പായിട്ടെങ്കിലും അല്ലെങ്കിൽ കയ്യിൽ കരുതുക.
ഇത് നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുതരും. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.